രീതിയിലുള്ള മാന്യതയുടെ മുഖംമൂടികളോട് കൂടിയിട്ട് മനുഷ്യരോട്, മൃഗങ്ങളോട്, മരങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു രീതി മലയാളി സമൂഹത്തിൻ്റെ സർക്കാരുകൾ, ആ സർക്കാരുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാര സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള വിഭാഗം ഉണ്ടായിട്ടുള്ളത് ഒരു ട്രാൻസ്ജെൻഡറും മറ്റൊരു ട്രാൻസ്ജെൻഡറെ ഇവിടെ പ്രസവിപ്പിച്ചിട്ടില്ല. ട്രാൻസ്ജെൻഡറുകൾ ഇവിടെ ഉണ്ടാവുന്നത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ആണും പെണ്ണുമായ നമ്മളെ പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാവുന്നത്. നാളെ നമുക്ക് ജനിക്കുന്ന ഒരു കുട്ടിയും ട്രാൻസ്ജെൻഡർ ആവാം. കാരണം അത് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു വ്യക്തിയുടെ, മനുഷ്യന്റെ മനസ്സും ശരീരവും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന്, അവൻ്റെ ഒക്കെ പ്രത്യേകതയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം ഒരവസ്ഥയെ മനസ്സിലാക്കാനുള്ള സഹിഷ്ണുതയുടെ അഭാവം മിക്കവാറും എല്ലാ സംവിധാനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് പോലീസിനേക്കാൾ എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാലാകാലമായി പോലീസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ എന്തിനാണ് നിലനിൽക്കുന്നത്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മനുഷ്യരുടെ മുറിവുകളെ പരിശോധിച്ച്, ചികിത്സിച്ച്, സേവിച്ച് ഉണക്കേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഡോക്ടർ. ആ വൈദ്യശാസ്ത്രത്തിൻ്റെ രംഗത്ത് വാസ്തവത്തിൽ ആണേതരരായവർക്ക്, ആണുങ്ങളിൽ അവർണരായവർക്ക്, ദളിതരായവർക്ക്, ന്യൂനപക്ഷമായവർക്ക്, ദരിദ്രരായവർക്ക്, അതായത് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, ആണുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും ആണുങ്ങൾക്കും അതുപോലെ ആണേതരമായിരിക്കുന്ന സമൂഹങ്ങൾക്കും, സ്ത്രീകളും കുഞ്ഞുങ്ങളും അതുപോലെ ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെട്ടിട്ടുള്ള അത്തരം സമൂഹങ്ങൾക്കും നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പം ഞാനിവിടെ ഒരു പഴയ സംഭവത്തെ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം ശാരി മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഒരു പെൺകുഞ്ഞിൻ്റെ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതിനുശേഷം നിരന്തരമായിട്ട് ട്രാൻസ്ജെൻഡറുകൾ അവരുടെ ഐഡന്റിറ്റി വിളിച്ചു പറയാൻ തുടങ്ങിയ സന്ദർഭം മുതൽ നമ്മൾ കണ്ടതാണ് എറണാകുളത്ത്, കോഴിക്കോട്, ഇപ്പോഴിതാ തൃശ്ശൂരും. പോലീസ് എന്ന് പറഞ്ഞാൽ നിയമം നടപ്പിലാക്കേണ്ടവരാണ്. നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട്, നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, കൃത്യമായിട്ട് പുരുഷപക്ഷത്തു നിന്നുകൊണ്ട് പുരുഷേതര സമൂഹത്തെ വേട്ടയാടുന്ന ഒരു പ്രവണത അതിശക്തമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ മറ്റെല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമം ഇവിടെ പോലീസിന് ബാധകമല്ലേ? ഇവിടെ ഡോക്ടർക്ക് ബാധകമല്ലേ? മനുഷ്യരോട് ദയവോടുകൂടി പെരുമാറേണ്ടുന്ന ഡോക്ടർ എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ എന്നുള്ള വിഭാഗത്തിനോട് ഇങ്ങനെ പെരുമാറുന്നത്? പോടാ എന്ന് വിളിക്കുന്നിടത്ത് വലിയൊരു സൂചനയുണ്ട്. കാരണം നീ ആണായി ജനിച്ചവനാണ്. നിന്റെ ആഗ്രഹം എന്തായാലും, നിന്റെ ശരീരത്തെ നീ എങ്ങനെ മാറ്റിയാലും നിന്നെ ആണായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. നിന്നെ പൂർണ്ണ ആണായിട്ടല്ല താനും. പൂർണ്ണ ആണായിരുന്നെങ്കിൽ നീ ഞങ്ങളെ പോലെ അധികാരിയാവുമായിരുന്നു. അധികാരമില്ലാത്ത ആണാണ് നീ. പോടാ എന്നുള്ള സംബോധന എവിടെ നിന്ന് വരുന്നുവോ അത് മേലിൽ കയറി നിന്നിട്ടുള്ള സംബോധനയാണ്. അത്തരത്തിൽ മേലിൽ കയറി നിന്നിട്ടുള്ള ഒരു സംബോധനയാണ് വാസ്തവത്തിൽ ദീപ്തിക്കും അലീനയ്ക്കും ഒക്കെ എതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അവർ പ്രഖ്യാപിക്കുന്ന ഐഡന്റിറ്റി അല്ല അവരുടേത് എന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ചിട്ട് പോലീസ് സ്ഥാപിച്ചെടുക്കുകയാണ് പൊതുസമൂഹത്തോടൊപ്പം. ഒരു നിമിഷം ടീച്ചർ. കെ ശൈലജ, സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശൈല ടീച്ചർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കുറച്ച് സമയമേ നിൽക്കാൻ കഴിയുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നത്. ശ്രീമതി ശൈല ടീച്ചർ, ഈ തൃശ്ശൂരിലെ സംഭവം അറിഞ്ഞോ ടീച്ചർ? ഈ ട്രാൻസ്ജെൻഡേഴ്സിന് നേരിടേണ്ടി വന്ന പോലീസ് പീഡനവും പിന്നെ തുടർന്ന് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ അവർക്ക് ചികിത്സ നിഷേധിച്ച സംഭവവും. ഞാൻ സംഭവത്തിന്റെ വിശദാംശം അറിയുന്നില്ല. കാരണം ഞാനിങ്ങനെ പ്രോഗ്രാമിന്റെ ഇടയിലാണ്, ന്യൂസ് ഒന്നും ഇവിടുന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഏതായാലും അങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സാമൂഹ്യനീതി വകുപ്പ് ഗൗരവതരമായ അന്വേഷണം നടത്തും. ഇത് രണ്ട് കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്തും. പോലീസിനെ അവരെ ആക്രമിക്കാൻ സാധിക്കില്ല. എന്താ വിഷയം എന്നൊന്നും ഞാൻ അറിയില്ല. ഏതായാലും അത്തരത്തിൽ അതിക്രമം ട്രാൻസ്ജെൻഡേഴ്സിനോട് കാണിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വിഷയം എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ പറയാം. ആശുപത്രിയിൽ ചികിത്സ നിശ്ചയിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ്. ഏത് പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ആശുപത്രിയിൽ വന്നാൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ ബാധ്യസ്ഥമാണ് ആശുപത്രി. അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചും ഗവൺമെന്റ് ശക്തമായിട്ടുള്ള അന്വേഷണവും നടപടിയും സ്വീകരിക്കുന്നതാണ്. പ്രശ്നം എത്രത്തോളം എന്താണെന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എന്നുള്ള അവസ്ഥയായതുകൊണ്ടാണ് വിശദമായി പറയാൻ കഴിയാത്തത്. പക്ഷേ അത് ശ്രദ്ധാപൂർവം പരിശോധിക്കും ടീച്ചർ. ഉറപ്പായിട്ടും പരിശോധിക്കും. അതിനെന്താ സംശയം? കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടതായി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തവണ സാമൂഹ്യനീതി വകുപ്പ് അവർക്കായി ചില പ്രത്യേക പദ്ധതികളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബഡ്ജറ്റിലും പരാമർശമുണ്ടായി. അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ.
അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോ അതെല്ലാം ഉണ്ട്. അത് പരിഗണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവര് മറ്റെല്ലാ മനുഷ്യരെയും പോലെ തുല്യ അവകാശമുള്ള പൗരന്മാരാണ്. പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ആകെ ലഘൂകരിക്കാൻ ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പോളിസി രൂപീകരിക്കാൻ പോകുന്നത്. അതിന്റെ നടപടിക്രമം ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ, ഒറ്റ കാര്യം കൂടി, ഈ ഭിന്നലിംഗ നയം മാതൃകാപരമായി നാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഇതൊരു നയമായാൽ പോരാ, നമുക്കിതൊരു ബില്ലാക്കണം, അത് പാസ്സാക്കി ഒരു നിയമമാക്കണം, അപ്പോൾ മാത്രമേ അധികാരികളുടെ ശ്രദ്ധ അതിൽ വരൂ. ഇപ്പോൾ പോലീസിന്റെ തന്നെ ഇവരോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകും ഇതൊരു നിയമമാണ് എങ്കിലെന്നാണ്. നമുക്ക് ആലോചിക്കാം ആ വിഷയം. ഞാനിപ്പോ അത് ബില്ലാക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് അവരുടെ സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കായിട്ടുള്ള പദ്ധതികൾ തുടങ്ങുന്നതിനും വേണ്ടിയാണ്. അതിന്റെ പദ്ധതി ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഉചിതമായ പരിഗണന കിട്ടിയിട്ട് പ്രായോഗികമായ നടപടിക്രമത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ബില്ല് വേണം എന്നുള്ള ഒരു ചർച്ച നടക്കട്ടെ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് പരിഗണിക്കാം. ടീച്ചർ, ഒരൊറ്റ അഭ്യർത്ഥന കൂടി, ആരും ഏറ്റെടുത്തിട്ടില്ല ഈ വിഷയം. ഈ പാവങ്ങൾ അവിടേക്ക് ഒരു ധർണ നടത്തുകയല്ലാതെ ടീച്ചർ ഈ വിഷയം ശ്രദ്ധിക്കണം, ഇടപെടണം. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന ഉടനെ തന്നെ അതിന്റെ നടപടികളിലേക്ക് നീങ്ങാൻ തുടങ്ങിയല്ലോ. ഓരോന്നായിട്ട് ചെയ്തു വരികയാണല്ലോ. ശരി, ഉറപ്പായിട്ടും അവരുടെ വിഷയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതാണ്. നന്ദി കെ ശൈലജ ടീച്ചർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. പ്രജിത്ത്, പോലീസിന്റെ നടപടി എങ്ങനെയാണ് പോകുന്നത് എന്ന സൂചന കിട്ടിയിട്ടുണ്ടോ? പ്രജിത്ത് ഈ വിഷയം അന്വേഷിച്ചല്ലോ. അതായത് ഒരു വലിയൊരു വിരോധാഭാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പാക്കിയ ഒരു സംസ്ഥാനത്ത് അതിൻ്റെ പ്രാഥമികമായ അറിവുകൾ പോലും നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്നതാണ്. അത് വിശിഷ്യ പോലീസിൻ്റെ കാര്യത്തിൽ തന്നെ പോലീസുകാർക്കൊന്നും ഇക്കാര്യം എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പോലും അറിയത്തില്ല. അവരതിനെ ഒരു ലൈംഗിക വൃത്തി ചെയ്യുന്നവർ എന്ന വിഭാഗത്തിൽ മാത്രം കണക്കാക്കി അവരെ എങ്ങനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാമെന്ന് മാത്രമാണ്. ഇന്നത്തെ സംഭവത്തിൽ, ഇപ്പം നടന്ന സംഭവത്തിൽ അവിടെ ധർണ നടത്തുന്നതിന് മുമ്പ് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇതിൽ വന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ്. എന്നാൽ ധർണയ്ക്ക് ശേഷം എത്തിയത് അതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ അന്വേഷിച്ചിട്ട് നടപടികൾ എടുക്കാമെന്നാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വീണ്ടും കേരളത്തിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കുകയാണ്. നമ്മളൊരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടാക്കിയിട്ട് അവരെ വീണ്ടും അന്യ സംസ്ഥാനങ്ങളിൽ പോയവരെ നമ്മളിവിടെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വത്തോടു ഒരു സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ച് പോലീസിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ഉണ്ടായതാവട്ടെ, എറണാകുളത്ത് മുമ്പുണ്ടായതാവട്ടെ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഇതിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മാഫിയായി മാറുന്ന പോലെയാണ് പല കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിത്ത്, പക്ഷേ ഈ ഇന്നലത്തെ സംഭവം രാത്രിയിലാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, തെറ്റായ വഴികളിലേക്ക് പോകുന്നു എന്ന നിലയിലാണ് നിയമപാലകർ എന്ന രൂപത്തിൽ പോലീസ് ഈ രൂപത്തിൽ ഇടപെടുന്നത്. അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പം ഇന്നലത്തെ തൃശ്ശൂരിൽ തന്നെ സംഭവം ഉണ്ടായതിൽ അവിടെ ഇന്നലെ ദീപ്തിയൊന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ സംഭവം വെച്ചിട്ടല്ല, പൊതുവിൽ പോലീസ് ഈ രാത്രികാലങ്ങളിൽ ഇങ്ങനെ പെട്രോളിങ്ങിന്റെ ഭാഗമായി വന്ന് ഇത്തരക്കാരെങ്കിലും എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ വളരെ മോശമായി പെരുമാറി വിടുകയാണ് ചെയ്യുക. ഇന്നലെ തൃശ്ശൂർ തന്നെ സംഭവിച്ചതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമാണ് അടിയുണ്ടത്. ആ തൃശ്ശൂർ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന വേറെ ആരോടും ഇവർ മോശമായി സംസാരിക്കുകയോ വേറൊരു തരത്തിൽ ഇടപെടുകയോ ഉണ്ടായില്ല. 3 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ എങ്ങോട്ടാണ്, ടീച്ചർ സൂചിപ്പിച്ച പോലെ എങ്ങോട്ടാണ് ഇവരെ ആട്ടിപ്പായിക്കുന്നതെന്നാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ ജീവിക്കാനുള്ള, അവർക്ക് പഠിക്കാനോ അവർക്ക് ജോലി എടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നത് പരമാർത്ഥം തന്നെയാണ്. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പുതിയ കുറേ സ്കീമുകളും പദ്ധതികളും അവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ ഒക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു വഴിക്ക് നടക്കും. അതാണ് ഞാൻ ആദ്യം വിരോധാഭാസം എന്ന് പറഞ്ഞത്. ഒരു വഴിക്ക് ഇവരെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ പോലീസാവട്ടെ മറ്റു ഉദ്യോഗസ്ഥരാവട്ടെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. ഇവരെ പ്രധാനമായിട്ടും നമുക്ക് ജീവിതോപാധി എന്ന് പറയുന്നത് ഒരു വിഭാഗമെങ്കിലും ഇന്നും ഭിക്ഷാടനവും ലൈംഗിക വൃത്തിയും തുടരുന്നുണ്ട്, ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരവാദികൾ ഇവരല്ല, അതിൻ്റെ ഉത്തരവാദികൾ കേരള സമൂഹം തന്നെയാണ്. കാരണം പൊതുജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇവരെ ഒരു തരത്തിലും അംഗീകരിക്കുന്ന സമീപനമല്ല സമൂഹം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെടുന്നു. ഇപ്പോൾ ശീതൾ